KSRTC കാലങ്ങളായി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി നമുക്കെല്ലാം സുപരിചിതമാണ്. എന്നാൽ ഇത് മാത്രമല്ല, കേരളത്തിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം കൂടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ്. ശമ്പളം മുടങ്ങിയിട്ടില്ല, പെൻഷനും ക്രമപ്രകാരമാണ്. എന്നാൽ വിരമിച്ചവർക്കുള്ള ആനുകൂല്യം പൂർണ്ണമായി കൊടുക്കാനായിട്ടുണ്ടോ? ഇല്ലെന്നതാണ് സത്യം. വിശേഷിച്ച് 2015 ശേഷം പടിയിറങ്ങിയവർക്ക് ലീവ് സറണ്ടർ ആനുകൂല്യം കിട്ടാനുള്ളവരാണ് ഏറെ. ഇതിനിടെ ചിലരെല്ലാം നിയമവഴി തേടി, മറ്റുള്ളവർ സമരപാതയിലാണ്. തെരഞ്ഞെടുപ്പ് ഒരായുധമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും. പക്ഷേ അതിന് പോലും ഒരു പുല്ല് വില അവർ കൽപ്പിക്കുന്നത്. അവർക്ക് വേണ്ടെന്നുള്ള അധികരിക്കും. മനസ്സിലായില്ലേ? ഈ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സൊക്കെ ഉണ്ട്, അതിനൊക്കെ പരാതി കൊടുത്തു. ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും 140 മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ ആളുകളുണ്ട്. അവിടെ എല്ലാം ഈ പരാതി കൗണ്ടറിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അവസരത്തിലാണ് ഇങ്ങനൊരു കടുത്ത തീരുമാനത്തിലേക്ക് വരേണ്ടി വന്നത്. കുറ്റൂർ സ്വദേശിനി ബി പ്രേമലത 2019 മാർച്ച് 31 ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ നിന്നും വിരമിച്ചത്. ലീവ് സറണ്ടർ, ശമ്പള പരിഷ്കരണ ആനുകൂല്യമടക്കം 10 ലക്ഷത്തോളം രൂപ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പം ഇത് 2 ദിവസം അവിടെ ബോർഡിന് മുമ്പിൽ സമരം നടത്താനുള്ള പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ഇതുവരെ ഞങ്ങളെ എന്തെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമാക്കുക എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ അവർ നമുക്ക് ഫേവറായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ? 2012 മുതൽ പ്രതിസന്ധിയുടെ സൂചനകൾ പ്രകടമായിരുന്നുവെന്ന് ജീവനക്കാരും പറയുന്നു. പരിഹാര നടപടികൾക്ക് യഥാസമയ ഇടപെടലുകൾ ഉണ്ടാകാത്തത് കോണിന്മേൽ കുരു പോലെ പ്രതിസന്ധിയായി. വായ്പകൾ എഴുതിത്തള്ളിയതടക്കം 230 കോടി രൂപയാണ് സർക്കാർ ഹൗസിംഗ് ബോർഡിന് കൊടുക്കാനുള്ളത്. സംസ്ഥാന സർക്കാർ സഹായമായി 10 കോടി രൂപ കൂടി ഉടൻ ലഭ്യമാകുമെന്നും അതോടെ പ്രതിസന്ധിക്ക് നേരിയ അയവുണ്ടാകുമെന്നുമാണ് ബോർഡ് ചെയർമാൻ PP സുനീറിൻ്റെ പ്രതികരണം. അതേസമയം തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികളെക്കുറിച്ച് ആലോചന സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുമുണ്ട്. സിഖിയ ഭിലാൽ, മാതൃഭൂമി ന്യൂസ്.